ഞാനിത് പറയാനുള്ള കാരണം ഇന്ന് ഈ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ PA സുരേഷ് അദ്ദേഹം ഇന്ന് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ പങ്കെടുക്കും. പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന സ്വീകരണ യോഗത്തിലാണ് സുരേഷ് പങ്കെടുക്കുക. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പുതുയുഗ യാത്രയിൽ പങ്കെടുക്കുന്നത്. സച്ചിൻ വള്ളിക്കാട് പാലക്കാട് നമുക്കൊപ്പം തത്സമയമുണ്ട്. സച്ചിനെ ഗുഡ് മോർണിംഗ്. ഇപ്പം സുരേഷ് ഇന്ന് പുതുയുഗ യാത്രയിൽ പങ്കെടുക്കും. നേരത്തെ തന്നെ അറിയാവുന്നതായിരുന്നു അദ്ദേഹം പങ്കെടുക്കുമെന്നത്. അദ്ദേഹം തന്നെ അക്കാര്യമൊക്കെ സ്ഥിരീകരിച്ചിരുന്നു. നേതാക്കളുമായി നേരത്തെ ചർച്ചകൾ സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നതോടുകൂടി നമുക്ക് അങ്ങ് വ്യക്തമായിട്ട് പറയാമല്ലേ മലമ്പുഴയിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് തന്നെ വരുമെന്ന്? തീർച്ചയായും. കാരണം ധാരണയായിട്ടുണ്ട് എന്ന് തന്നെയാണ് UDFന്റെയും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം മലമ്പുഴ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നവരുടെ പട്ടിക, അതായത് UDFന് കൈമാറിയത് കോൺഗ്രസ് കൈമാറിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. അതിനാൽ തന്നെ മുൻ മുഖ്യമന്ത്രി VSന്റെ സന്തത സഹചാരിയും 15 വർഷത്തോളം VSന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായിരുന്ന സുരേഷ് തന്നെ മലമ്പുഴയിൽ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇന്ന് വൈകിട്ട് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന UDFന്റെ പുതുയുഗ യാത്രയിൽ സുരേഷ് നേരിട്ട് പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നു എന്ന വിവരവും പുറത്തു വരുന്നത്. അതിനാൽ തന്നെ സുരേഷിന്റെ UDFിലേക്കുള്ള ഔദ്യോഗിക പ്രവേശനം കൂടിയായിരിക്കും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ ഉണ്ടാവുക. അതിനാൽ തന്നെ രാഷ്ട്രീയ കേരളം ഏറെ ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വിരാമമാകുകയാണ്. കഴിഞ്ഞ ദിവസം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പാലക്കാട് എത്തിയപ്പോൾ പറഞ്ഞിരുന്നു സുരേഷിനെ 13 വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി പുറത്താക്കിയതാണ്. അതിനാൽ തന്നെ പാർട്ടിയിലേക്ക് പുറത്താക്കിയ ആളെ തിരിച്ചെടുക്കില്ല എന്ന കാര്യം ശക്തമായ രീതിയിൽ തന്നെയായിരുന്നു MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. അതിനാൽ തന്നെ CPMലേക്കുള്ള തിരിച്ചുവരവിന്റെ വാതിലെല്ലാം അടഞ്ഞ സ്ഥിതിക്ക് UDFിൽ തന്നെ ചേക്കേറാനാണ് സുരേഷും തീരുമാനിച്ചത് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് പാലക്കാട് മലമ്പുഴ മണ്ഡലത്തിൽ സുരേഷ് മത്സരിക്കുക. പ്രധാനമായും സുരേഷ് VS മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തെല്ലാം മുഴുവൻ സമയവും VSനൊപ്പം മലമ്പുഴ മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച ആളാണ്. ആ വ്യക്തിബന്ധം വോട്ടായി മാറുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് UDF ഉള്ളത്. സേതു, തീർച്ചയായും സച്ചിൻ അത് തന്നെയാണ് കാരണം